വിരാട രുചികളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധി. അപ്പോൾ പങ്കാളി, ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ? ഓക്കെ, ശരി. അതെ, 2 കപ്പ് റവയ്ക്കുള്ള ഉപ്പുമാവാണ്, റോസ്റ്റർ റവയ്ക്കുള്ള ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുള്ള സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ അളവുകൾ പറയാം. ഓക്കെ, അപ്പം നേരെ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ആദ്യം നമുക്ക് നെയ്യിൽ 3-4 കശുവണ്ടി വറുത്തെടുക്കാം. ഒരു 5-6 എണ്ണം പോരെ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉപ്പുമാവ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണേ. കശുവണ്ടിയും ഒരു സ്പൂൺ ഉഴുന്നും, ഒരു സ്പൂൺ ഉഴുന്നും നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ചെറിയ ബ്രൗണായി ഇത് എന്നിട്ട് മാറ്റി വെക്കാനുള്ളതാണ്. ബ്രൗണായി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. പ്ലാസ്റ്റിക്. ഇനി നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചു. ഈ പറഞ്ഞ പോലെ 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ നെയ്യ് ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ എടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ എടുത്തു. ഇനി ചൂടാകട്ടെ. ഒരു 2 ടീസ്പൂൺ കടുക്, ഒരു 3 വറ്റൽമുളക് ചെറുതായി മുറിച്ചത്, ഒരു കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഒക്കെ എരി ആവശ്യത്തിനുള്ളതനുസരിച്ചിട്ട് ഓരോരുത്തരും ഇടുക. ഇത് നമ്മുടെ ഒരു അളവാണ് ഈ പറയുന്നത്. പച്ചക്കറി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇനി നമുക്ക് സവാള ഒരു ചെറിയ സവാള അരിഞ്ഞത്, ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടുന്നത് വരെ നമുക്ക് ഇതിനകത്തൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് വാടി വരുന്നത് ഇത്തിരി കൂടി ഒന്ന് വാടിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ടേസ്റ്റിന്. നമ്മളിത് 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. അതുപോലെ ഫ്ലെയിം കുറച്ച് വഴറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ ഉള്ളി ഇവയൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇത് ഏതാണ്ട് എന്താ പറയുക, വഴന്ന് വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചെടുക്കാം. നമ്മൾ 4 പേർക്ക് വേണ്ടിയിട്ട് 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പൊടിയായിട്ടുള്ള ഉപ്പുമാവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിന് 1.5 കപ്പ്, ഈ കപ്പിന് 2 കപ്പാണ് നമ്മൾ റവ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം, തിളയ്ക്കട്ടെ. അതുപോലെ ഉപ്പ് ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പ് പാകത്തിനാക്കണം. ഇപ്പോൾ ഈ സമയത്ത് ഒരു ലേശം കൂടെ ഉപ്പാകാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ശരിയായിട്ടില്ലോ. ഇനി നമുക്ക് തിളയ്ക്കുന്നവരെ ഒന്ന് മൂടിയിരിക്കട്ടെ.
വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. റവ പതിയെ ഇച്ചിരി ഫ്ലെയിം കുറച്ച് വെച്ച് പതിയെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ഇട്ടിട്ട് കൊടുക്കുക. ബാച്ചലറായിട്ട് ജീവിക്കുന്നവർക്കും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കും ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വിഭവമാണ് ഉപ്പുമാവ്. നമ്മളൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പഠിച്ചത് അങ്ങനെ തന്നെയാണ്. ബാച്ചലർ ലൈഫിൽ ജോലിയൊക്കെ കിട്ടി എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഭവമാണ്. അത് തന്നെയല്ല, ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കരുതപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഉപ്പുമാവ്. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അതായത് നല്ല പൊടിഞ്ഞ ഉപ്പുമാവ്, സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ്, ആ രീതിയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, ഇത് പൊടിച്ചിങ്ങനെ എടുക്കാനും സാധിക്കും. അപ്പം ഉപ്പുമാവിൻ്റെ ഈ പണി ഇവിടെ തീരാൻ പോവുകയാണ്. ഇനി ഇതിന് മുകളിൽ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് 1-2 പരിപാടികളുണ്ട്. നമ്മൾ ആദ്യം വറുത്ത് വെച്ച കശുവണ്ടിയും ഉഴുന്നും ഇതിൻ്റെ മുകളിലേക്കൊന്ന് നമ്മൾ വെതറുകയാണ്. നെയ്യോടുകൂടി ഒന്ന് വെതറി, അപ്പോൾ ഒരു ഭംഗിയൊക്കെ വരും, ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. കൂടാതെ നമ്മളൊരു 1/2 കപ്പ് തേങ്ങയും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഭംഗിയാക്കി വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇതിന് സൈഡായിട്ട് നല്ല ഇച്ചിരി പ്രോട്ടീനും ഒക്കെ കൂടുതൽ കിട്ടണമെങ്കിൽ ഒരു ബുൾസൈയും കൂടെ ചേർത്താണ്ടല്ലോ സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി. ഇതൊരു 5 മിനിറ്റ് ഇവിടെ അടഞ്ഞിരിക്കട്ടെ. ഓക്കെ പങ്കാളി, അപ്പം നമ്മൾ ഉപ്പുമാവിന് പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടി ഒരു ബുൾസൈയും കൂടെ ആഡ് ചെയ്യുമല്ലേ? അതെ, ഒരു ബുൾസൈ നമുക്ക് ചെയ്യാം. ചെയ്യാം. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ അല്ലേ വളരെ എളുപ്പം ഉപ്പുമാവും ചെയ്ത് ഒരു ബുൾസൈയും കഴിച്ചാൽ അന്നത്തേക്കുള്ള പ്രോട്ടീനുമായി. അതെ അതല്ലേ, ആരോഗ്യമായി കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഇനി നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം അവരവരുടെ ഇതിനനുസരിച്ച്. നമ്മുടെ ഉപ്പുമാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം, പ്ലേറ്റിലേക്ക് മാറ്റാം. ഉപ്പുമാവ് വിളമ്പ് അല്ലേ പങ്കാളി? വിളമ്പ് നല്ല ഭംഗിക്കിരിക്കട്ടെ. പൊടിഞ്ഞ ഉപ്പുമാവ്, കുഴഞ്ഞ ഉപ്പുമാവല്ല, പൊടിഞ്ഞ ഉപ്പുമാവ്. ഇത് എളുപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിനൊക്കെ വളരെ സൗകര്യപ്രദമായ ഒരു വിഭവവും ഹെൽത്തിയുമാണ്. ഇവിടെ എൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷൻ ഭയങ്കര രുചിയാണ്, ഭയങ്കര കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ആണ്. ഇതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ ഒരു തുള്ളി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ കളി. ഒരു തുള്ളി അച്ചാറൂടെ വെച്ചേട്ടെ, ചെറിയ പീസ് മതി. അപ്പം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ബഡ്സിനെയൊക്കെ ഒന്ന് ഉണർത്തി ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആവും. അച്ചാറ് കഷ്ണവും കൂടെ കണ്ടിട്ട് ഇപ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ വിരാടൻ രുചികളത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. പങ്കാളിയെ നമസ്കാരം.